ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെ വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷിൻ്റെ വാക്കുകളെല്ലാം കേട്ട് വളരെ സങ്കടപ്പെട്ട നമ്മുടെ വിക്രം റൂമിൽ പോയി കിടക്കുകയാണ്. ഫുഡ് പോലും കഴിക്കാതെയാണ് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത്. ശേഷം നമ്മുടെ വേദയ്ക്ക് വളരെ സങ്കടമാവുന്നുണ്ട്. വേദ വിക്രമിന് ആവശ്യമുള്ള ഭക്ഷണം എടുത്തിട്ട് റൂമിലേക്ക് വരികയാണ് കേട്ടോ. ശേഷം റൂമിലേക്ക് വന്നിട്ട് വിക്രമിനോട് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വിക്രം എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയാണ് കേട്ടോ. ഇത്രയും മനക്കേട് സഹിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ തോന്നുന്നത്, എനിക്കത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ പറയാണ്, ഭക്ഷണത്തിനോട് ദേഷ്യം കാണിച്ചിട്ട് എന്താണ് വിക്രം ചെയ്യുന്നത്? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പട്ടിണിയായിട്ട് കിടക്കാനും പാടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് കഴിക്കുകയെന്ന് പറയാണ് കേട്ടോ. വിക്രം അപ്പോഴും എനിക്കിത് വേണ്ട എന്ന് തന്നെ പറയണം. നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയുന്നുണ്ട്. കാട്ടിൽ ഭക്ഷണം കിട്ടാതെ അലഞ്ഞിരിക്കുന്ന സമയത്തും എനിക്ക് ഫുഡ് കൊണ്ട് തന്നത് നിങ്ങളല്ലേ? നിങ്ങളിങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ ഫുഡ് കഴിച്ചില്ല എന്നറിഞ്ഞാൽ കമലാമ്മ എന്താണെങ്കിലും സങ്കടപ്പെടും. പിന്നെ അമ്മയും ഫുഡ് കഴിക്കാതെ തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ അത് വിക്രമ അമ്മ ഫുഡ് കഴിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം എത്രയും പെട്ടെന്ന് വീടിൻ്റെ ജപ്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ വളരെ സങ്കടപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ വേദന സഹിക്കുക ഒന്നുമില്ല അപ്പുറമാണ്, അത് കണ്ടു നിൽക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നത്. അതിൽ വിക്രം വിഷമിക്കേണ്ട എന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം പറയുന്നുണ്ട്, എനിക്കറിയാം വേദേ, അച്ഛൻ്റെ സങ്കടം എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തായാലും മാക്സിമം എൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും, അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറയാണ് കേട്ടോ. ശേഷം നമ്മുടെ വിക്രം പറയാണ്, ഏതായാലും നീ അമ്മയോട് പറയണം, ആ ജപ്തി ഒരിക്കലും നടക്കാതെ ഞാൻ നോക്കിക്കോളാം. അതായത് വിക്രം നോക്കുമെന്ന് അമ്മയോട് പറയണം. അങ്ങനെ എനിക്കതിന് സാധിച്ചില്ല എങ്കിൽ ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല എന്നും നീ പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് വേദ വളരെ സങ്കടപ്പെടുന്നുണ്ട്. വിക്രം എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തായാലും നിങ്ങളെ കൊണ്ട് അത് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കമലാമ്മ വിക്രമിന് ആവശ്യമുള്ള ഫുഡ് കൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വിക്രമിന് ഫുഡ് കൊടുക്കാൻ വന്നതാണ്, പക്ഷേ നമ്മുടെ വേദ അതിന് മുമ്പ് തന്നെ ഫുഡ് കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളുടെ സംസാരം വിക്രം കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമല്ല കമലാമ്മ കേൾക്കുന്നുണ്ട്. ശേഷം കമലാമ്മയ്ക്ക് സങ്കടം വന്നിട്ട് അവിടുന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം മുറിയിൽ ചെന്നിട്ട് നമ്മുടെ കമലാമ്മ സുധാകരൻ മാഷോട് സംസാരിക്കുന്നുണ്ട്. സുധാകരൻ മാഷോട് പറയാണ്, ഭക്ഷണം കഴിക്കുന്ന മോനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ കുടുംബത്തോടുകൂടി നാളെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിലും സന്ദർഭം അറിയാതെ അവൻ സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് പറയുന്നുണ്ട് കേട്ടോ. എന്താ മാഷ ഒരു വഴി, എങ്ങനെയായിരുന്നു രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഞാൻ ഏതായാലും നാളെ വാസ്തവനിൽ നിന്ന് ചെന്ന് കാണാം. ശേഷം അദ്ദേഹത്തിൻ്റെ കാലിൽ വീണാലും കുഴപ്പമില്ല, ജപ്തി ഒഴിവാക്കി തരാൻ പറയാമെന്ന് പറയണം. ഈ ഒരു ടൈമിൽ നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ പോകാനോ, അതെന്തിനാണ് വേണ്ട, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും പിള്ളേരും എല്ലാവരും കൂടെ പോയേക്കാം, മരുമക്കളെയും ഒക്കെ ഞാൻ വിളിച്ചിട്ട് പോകാം, നിങ്ങൾ മാത്രം വരണ്ട, നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ താഴ്ന്ന് അപേക്ഷിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കമലാമ്മ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഞാൻ പോലും വാസവനെ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ തീരണമെന്നില്ല, കാരണം അദ്ദേഹത്തിന് ആവശ്യം നിൻ്റെ മോൻ വിക്രമിനെയാണ്, വിക്രമാണ് അവൻ്റെ കാലിൽ വീഴേണ്ടത്, പക്ഷേ വിക്രം അത് ചെയ്യില്ലല്ലോ, പിന്നെ ഞാൻ വരാതിരുന്നിട്ട് എന്താണ് കാര്യം, ഏതായാലും ഞാൻ നാളെ പോയിട്ട് അദ്ദേഹത്തെ കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കമലാമ്മ ആകെ സങ്കടപ്പെട്ട് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് രാവിലെ തന്നെ നമ്മുടെ വിക്രമ എവിടേക്കോ വളരെ അർജൻറ്റായിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. വേദ പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് പോകുമ്പോഴേക്കും വിക്രം ബൈക്ക് എടുത്ത് പോകുന്നതായിട്ടാണ് പ്രോമോയിൽ കാണിക്കുന്നത്. അങ്ങനെ എവിടേക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ആലോചിക്കുന്നതോടെയാണ് പ്രോമോ അവസാനിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.